മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ വീടുകൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ വലയുമ്പോൾ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സ്ഥലം MLA ആയ ടി സിദ്ദിഖ്. വയനാട്ടിലെ ജനപ്രതിനിധികളെയും കൂട്ടിക്കൊണ്ട് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് കാണാനായി എത്തിയിരിക്കുകയാണ് 1.5 വർഷത്തിനു ശേഷം സിദ്ദിഖും കൂട്ടരും. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ 200-ലേറെ വീടുകളുടെ കോൺക്രീറ്റ് നടന്നു. 5 സോണുകളിലായി ദ്രുതഗതിയിലാണ് വീടുകളുടെ നിർമ്മാണം. ജോഷ്ല ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. ജോഷ്ല, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. യെസ് ജോഷ്ല, ഇപ്പോൾ ടൗൺഷിപ്പിന് മുന്നിലാണ് നിൽക്കുന്നത്. ആ വീടുകളൊക്കെ തല ഉയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനഘട്ട ഒരുക്കങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയ വിവാദം? നമുക്കറിയാം, സർക്കാർ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ടി സിദ്ദിഖും കൂട്ടരും ചില തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. ഇനി ടൗൺഷിപ്പും തങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കാനാണോ ശ്രമം? ഭദ്ര, ഇവിടെ 295 വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് പ്രേക്ഷകരോട് ആദ്യം പറയാനുള്ളത്. എന്തായാലും സർക്കാരിന്റെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പിന്റെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തോടുകൂടി ടൗൺഷിപ്പിന്റെ താക്കോൽ കൈമാറാൻ സാധിക്കും. ഓരോ വീടുകളുടെയും താക്കോൽ കൈമാറാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 402 കുടുംബങ്ങളിലായി 1662 പേരെ അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സർക്കാർ അന്ന് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി. നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഒരു അണ പൈസ പോലും നൽകാൻ അന്ന് തയ്യാറായിട്ടില്ല. ഇവിടെയാണെങ്കിൽ പ്രതിപക്ഷം മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. CMDRF ഫണ്ടിലേക്ക്, ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒറ്റ പൈസ പോലും നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്കായി നിന്നുകൊണ്ടാണ് അന്ന് UDFന്റെ ജനപ്രതിനിധികളടക്കം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകിയാൽ അത് ദുരന്തബാധിതരുടെ കയ്യിലെത്തില്ല എന്നൊക്കെയുള്ള നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് അന്ന് ഈ ഒരു രീതിയിലേക്ക് സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തടയാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ സർക്കാർ ഈ പ്രതിബന്ധങ്ങളെയൊക്കെ തന്നെ തട്ടിമാറ്റിക്കൊണ്ടാണ്. നമുക്കറിയാം, എൽസ്റ്റൺ എസ്റ്റേറ്റിൽ അന്ന് നിയമപ്രശ്നങ്ങളുണ്ടായി. തൊഴിലാളികളെ ഇറക്കി സമരം ചെയ്തു. പക്ഷേ ആ തൊഴിലാളികളെയും സർക്കാർ നെഞ്ചോട് ചേർക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. 295 ഭവനങ്ങളുടെ പണി പൂർത്തിയാക്കിയിരിക്കുന്നു. 106 കുടുംബങ്ങൾ ഞങ്ങൾക്ക് ടൗൺഷിപ്പിലെ വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും വീട് കാത്തു പുറത്തേക്ക് പോയിരിക്കുന്നു. അവരെ പോലും കൈവിടാൻ സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം 106 പേർക്കും 15 ലക്ഷം രൂപ വീതം കൊടുത്തുകൊണ്ടാണ് അവർ വഴിയാധാരമായി പോകരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായി തന്നെയാണ് സർക്കാർ അത്തരത്തിൽ 106 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം നൽകാൻ തയ്യാറായത്. അതിൽ 104 കുടുംബങ്ങൾക്കും ഈ പണം ലഭിച്ചു കഴിഞ്ഞു. 2 കുടുംബങ്ങൾ ഉന്നതിയിലെ കുടുംബങ്ങളാണ്. അവർ ടൗൺഷിപ്പിൽ വന്ന് താമസിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. എന്നാൽ അവർക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ആ 2 കുടുംബങ്ങളെ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ രീതിയിൽ വളരെ മനുഷ്യത്വപരമായി ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്നലെ നമ്മൾ ഒരു പുതിയ കാഴ്ച കണ്ടത്. അതുവരെ ഈ ടൗൺഷിപ്പിനോട് പുറംതിരിഞ്ഞു നിന്ന ടി സിദ്ദിഖ് MLA കോൺഗ്രസിന്റെ വീടെവിടെ എന്നുള്ള ചോദ്യം പരക്കെ ഉയർന്നു കഴിഞ്ഞപ്പോൾ ടി സിദ്ദിഖ് MLA ഇന്നലെ UDFന്റെ ചില ജനപ്രതിനിധികളെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നു. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അത് ഒരു തരം തന്ത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും. കാരണം ഗൂഢതന്ത്രം, കനകോലു തന്ത്രം പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നേതൃ ക്യാമ്പ് നടന്നു കഴിഞ്ഞു. അതിനുശേഷം ടി സിദ്ദിഖിന് ആദ്യമായി ഉണ്ടായ ബുദ്ധിയാണ് ഇവിടെ ഈ ടൗൺഷിപ്പ് ഞങ്ങളുടേത് കൂടിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക്, ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ ആണുള്ള ശ്രമമാണ് ടി സിദ്ദിഖ് MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ടി സിദ്ദിഖ് MLAയുടെ മാത്രം ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം മതി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ രാവിലെ പറഞ്ഞ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്, സിദ്ധരാമയ്യ പ്രഖ്യാപിച്ച വീടുകൾ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീടുകളാണ്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച
100 വീടുകളെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കണക്കിലെഴുതിക്കൊണ്ട് ഈ ടൗൺഷിപ്പിലെ വീടുകൾ സിദ്ധരാമയ്യ 100 വീടുകളുടെ പണം നൽകിയിട്ടുണ്ട്, ഈ ടൗൺഷിപ്പിലെ വീടുകൾ UDF-ന്റേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഇതിന് തുടക്കമിട്ടിരിക്കുന്നത്. കനഗോലു സിദ്ധാന്തം അത് നടപ്പിലാക്കാൻ പോകുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള കനഗോലു സിദ്ധാന്തം അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് 4 മാസത്തിനുള്ളിൽ ഏതൊക്കെ വിധത്തിൽ പ്രായോഗികമാക്കാം എന്നുള്ള ശ്രമമാണ് UDF ക്യാമ്പുകളും അല്ലെങ്കിൽ കോൺഗ്രസ് ക്യാമ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ MLA ഇവിടെ നടത്തിയത് നാടകമാണ്. ജനങ്ങളെ വഞ്ചിക്കാനുള്ള കനഗോലു സിദ്ധാന്തത്തിന്റെ അതിന്റെ ഒരു പ്രായോഗികമായ പ്രയോഗത്തിൽ വരുത്തുന്ന ഒരു നടപടിയാണ് ഇന്നലെ ഇവിടെ നടന്നിട്ടുള്ളത്. കർണാടക സർക്കാർ പ്രഖ്യാപിച്ച 100 വീടുകൾ അത് ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ നേരത്തെ അതിനു മുൻപേ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ടി സിദ്ദിഖ് MLA പറയുന്ന കാര്യം ഗവൺമെന്റിന്റെ ടൗൺഷിപ്പ് എവിടെ എന്നുള്ളതായിരുന്നു. അന്ന് മാധ്യമപ്രവർത്തകർ ടൗൺഷിപ്പ് ഇവിടെ നന്നായി ഗംഭീരമായി നടക്കുന്നു എന്ന് പറഞ്ഞ അറിവ് മാത്രമേ ടി സിദ്ദിഖ് MLAക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം തറക്കല്ലിടലിന് വന്ന ടി സിദ്ദിഖ് MLA പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിനുശേഷമാണ് ഇന്നലെ ഇവിടെ വന്ന് ഈ ഒരു നാടകം അരങ്ങേറിയിട്ടുള്ളത്. ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു എന്നാണ് MLA പറയുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ സാധാരണ തൊഴിലാളി പോലും ഇവിടെ അത്രയേറെ ആത്മാർത്ഥമായിട്ടാണ് ഓരോ കല്ലിന്റെയും പണിയെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ ഈ 1.5 വർഷത്തിനുള്ളിൽ കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറയുന്നത്. കാരണം എങ്ങനെയെങ്കിലും ദുരന്ത ബാധിതർക്ക് ആ വീട് കൈമാറണം എന്നുള്ള ആത്മാർത്ഥതയോടുകൂടിയാണ് ഇവിടെ ഇപ്പോൾ 2000-ലേറെ തൊഴിലാളികളെ കൊണ്ടുവന്നുകൊണ്ടാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആ പണി പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തുന്നത്. നേരത്തെ CK ശശീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു കാലതാമസം മാത്രമേ സർക്കാർ അതിനായി എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇതുവരെ എല്ലാ റോഡിന്റെ പണി ഒരു ഭാഗത്ത് നടക്കുന്നു. 5 സോണുകളായി 295 വീടുകളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അടുത്ത മാസത്തോടുകൂടി തന്നെ ഇത് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാം. റോഡിന്റെ പണി ഒരു ഭാഗത്ത് 112 കിലോമീറ്റർ നീളത്തിൽ ഓരോ വീട്ടിലേക്കുമുള്ള ആ റോഡിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ശുദ്ധജല കുടിവെള്ളത്തിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ടാപ്പിംഗ്, പ്ലംബിംഗ് ഒക്കെയുള്ള 5 സോണുകളിലായിട്ട് ഇതിന്റെ ഓരോ ഘട്ട പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയേറെ ദ്രുതഗതിയിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സ്ഥലം MLA കാണുന്നത് ഇന്നലെയാണ്. 1.5 വർഷത്തിന് ശേഷം ഇന്നലെയാണ് ആ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നത് എന്നുള്ളതാണ്. അതിനു മുൻപ് VD സതീശൻ ആ കുതന്ത്രം നിറഞ്ഞ വാക്കുകൾ പ്രയോഗിച്ചു കഴിഞ്ഞു. ഞങ്ങളുടേത് കൂടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. കർണാടക സർക്കാർ കൊടുത്തു, അതുപോലെ പലരും കൊടുത്തതിന്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് UDF-ന്റേതാണെന്ന് പറയുന്നത്. എന്നാൽ ഇതുവരെയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടിന്റെയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പിരിച്ച ഫണ്ടിന്റെയോ കണക്ക് കൃത്യമായി വെക്കാനോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അവർ ചില വീടുകളിൽ കയറിയിറങ്ങി ലിസ്റ്റ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ആ ലിസ്റ്റ് ആർക്കാണ് ഈ ഒരു വീടുകൾ നൽകുന്നത്, കോൺഗ്രസിന്റെ വീടുകൾ ആർക്കാണ് നൽകുന്നത് എന്നുള്ളതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. അവരാണ് പറയുന്നത് അടുത്ത ആഴ്ച രജിസ്ട്രേഷൻ നടക്കും എന്നുള്ളത്. രജിസ്ട്രേഷൻ ആയിരുന്നില്ല, ഭൂമി കണ്ടെത്തി കഴിഞ്ഞു, കോണ്ടൂർ മാപ്പിംഗ് നടന്നു കഴിഞ്ഞു എന്നൊക്കെ പ്രഖ്യാപിച്ച സിദ്ദിഖ് കഴിഞ്ഞ മാസമാണ് പ്രഖ്യാപിച്ചത്. 28-ന് തറക്കല്ലിടും എന്ന് പ്രഖ്യാപിച്ച സിദ്ദിഖിന്റെ അതേ നേതാക്കളാണ് പറയുന്നത് ഭൂമി കണ്ടെത്തണം, അടുത്ത ആഴ്ച ഈ മാസത്തിനുള്ള, അതായത് അടുത്ത 2 ആഴ്ചക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കും എന്നുള്ളതൊക്കെ ഇതുവരെ ഭൂമി കണ്ടെത്തിയതായുള്ള ഒരു വിവരങ്ങളും മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഭൂമി എവിടെ എന്ന ചോദ്യത്തിന് രജിസ്ട്രേഷൻ കഴിഞ്ഞ് പറയാമെന്നാണ്. അതിനിടയിൽ ഒരു കൂട്ടർ വന്ന് ഞങ്ങളുടെ വീടിനടുത്താണ് ഭൂമി കണ്ടെത്തിയിട്ടുള്ളത്, ആ ഭൂമിയിൽ ആന ഇറങ്ങുന്ന ഭൂമിയാണ് എന്നുള്ള പരാതിയുമായി ഒരു കൂട്ടർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ ഭൂമിയിൽ 2 പേരെ ആന കുത്തി കൊന്നിട്ടുണ്ട്, ആന ഇറങ്ങുന്ന ഭൂമിയാണ് എന്നുള്ള പരാതിയുമായി ഒരു കൂട്ടർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ ഭൂമിയിൽ 2 പേരെ ആന കുത്തി കൊന്നിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇനി ആ ഭൂമിയാണോ ഇവർ കണ്ടെത്തിയത് എന്നറിയില്ല. എന്തായാലും ദുരന്ത ബാധിതരെ സംരക്ഷിക്കുന്ന അത്രയേറെ ഈ ടൗൺഷിപ്പ് പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ കോൺഗ്രസിനാവുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. എവിടെയാണ് 100 വീടുകൾ എന്നുള്ള ചോദ്യവും വലിയൊരു ചോദ്യചിഹ്നമായി കോൺഗ്രസിന്റെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭദ്ര. തീർച്ചയായും ജോഷ്ല, എന്തായാലും ഇന്നലെ VD സതീശൻ പറഞ്ഞതുപോലെ മൊത്തം 400 വീടുകളാണ് ഇവിടെ വേണ്ടത്. അതിൽ 300 വീടുകളും കോൺഗ്രസിൻ്റെതാണ് എന്നൊരു അവകാശവാദം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
100 വീട് അത് നൽകുന്നത് കർണാടക സർക്കാർ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മുഖേന കർണാടക സർക്കാർ എന്ന് പറയുന്നുണ്ട്. 100 വീട് നൽകുന്നത് യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് ഉപയോഗിച്ചാണ്. 100 വീട് KPCC എന്ന് പറയുന്നു. അങ്ങനെ 300 വീടും അവകാശപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ ഈ ടൗൺഷിപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമോ എന്നൊരു സംശയം കൂടിയുണ്ട്. ജോഷ്ല, ശരി.